welcome back to our channel A Pinch of Love by Lakshmi. ഇന്നത്തെ ഇതൊരു ഹാലോവിൻ മേക്കപ്പ് വീഡിയോ ആണ്. ബ്ലഷ് വിത്ത് ആഷിലെ ഐശ്വര്യയുടെ മേക്കപ്പ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇന്ന് ഒരു ഹാലോവിൻ മേക്കപ്പ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനൊരു ബേസ് ആയിട്ട് ഒലയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ പുരട്ടുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 31 ഒരുപാട് രാജ്യങ്ങളിൽ ആഘോഷിക്കുന്ന ഒന്നാണ് ഹാലോവിൻ ഡേ എന്ന് പറയുന്നത്. ഈ ഹാലോവിൻ ഡേയിൽ മരിച്ച ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയപ്പെടുന്നത്. മോയ്സ്ചറൈസിങ് ക്രീം സെറ്റായ ശേഷം ഞാൻ ഇവിടെ വൈറ്റ് കളർ ഫേസ് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഫേസ് പെയിൻറ്റുകൾ അവൈലബിൾ ആണ്. ഞാൻ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഫേസ് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഫേസ് പെയിൻ്റൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചില ഫേസ് പെയിൻറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരെയും റെഡ്നെസ് ഒക്കെ ഉണ്ടാവുകയും ചാൻസ് ഉണ്ട്. ഈ ഫേസ് പെയിൻറ്റിന് ഒന്നും കൂടി ഫിനിഷ് കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി പൗഡർ, നമ്മുടെ സാധാരണ ടാൽക്കം പൗഡർ കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. സോ ഞാൻ കണ്ണിന് ചുറ്റും ഒരു കാജൽ വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പ് ഫോം ചെയ്യുകയാണ്. സോ കണ്ണിന് ചുറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ശിങ്കാറിൻ്റെ കാജലാണ്. ഈ കാജൽ നല്ലൊരു ബോൾഡാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫില്ല് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ശിങ്കാറിൻ്റെ കാജലിനെ കുറിച്ച് റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യും, അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലിന് എനിക്ക് വളരെയധികം സഹായിച്ചു, കാരണം പെട്ടെന്ന് ഇത് ഫില്ല് ചെയ്യാൻ പറ്റി. ഇനി ഞാനൊന്ന് സ്മഡ്ജ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഞാൻ ഒന്ന് പരത്തിയെടുക്കുകയാണ്. സോ കുറച്ചും കൂടി ഒന്ന് ഒറിജിനാലിറ്റി വരാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ഞാൻ വൈറ്റ് കളർ ഫേസ് പെയിൻറ് ലിപ്പിൽ കൊടുക്കുകയാണ്. ലിപ്പ് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ അവസാനം കൊടുക്കാം എന്ന് വിചാരിച്ചത്. അടുത്തത് ഞാൻ ലിപ്പിൻ്റെ മുകളിൽ കൂടി ഒരു പല്ല് പോലെ വരയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടി ഞാൻ ലാക്മേയുടെ ഇൻസ്റ്റാ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് കുറച്ചും കൂടി നമുക്ക് പെൻസിലിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ചുണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ പോലെ ഞാൻ കവിളിൻ്റെ അവിടേക്ക് വരയ്ക്കുകയാണ്. നമ്മൾ സ്കള്ളിൻ്റെ ഒരു രൂപത്തോട് സാദൃശ്യം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ണിൻ്റെ സെക്ഷൻ ദ നൺ ഫിലിമിലെ പ്രേതത്തെ പോലെയാണെങ്കിലും താഴേക്ക് വരുമ്പോൾ ഒരു സ്കൾ രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്കൾ രൂപത്തോട് കുറച്ചും കൂടി സിമിലാരിറ്റി തോന്നാൻ വേണ്ടിയിട്ട് മൂക്കിൻ്റെ അവിടെയും കൂടി ബ്ലാക്ക് കളർ കൊണ്ട് ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഇൻസ്റ്റാ ഐലൈനർ തന്നെയാണ്.
ഇതാണ് അവസാനത്തെ ലുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാഹസിക ചെയ്യുന്നത്. അറിയാം ഇതൊട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല എന്നറിയാം. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കൂടാതെ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾ കാണാനും മറക്കരുത്. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നതാണ്. സോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. എന്റെ പിള്ളേക്ക് കുറെ കാണണ്ട, ചെറുത് ഒട്ടും കാണണ്ട. ഈശ്വര, ഞാൻ എങ്ങനെ ഇട്ട് കഴിയും? നോക്ക്, എന്റെ ഭഗവാനെ, എന്റെ പറ്റാത്ത വേണം. നമുക്ക് കൊച്ചു കഴിക്കാം. ഈ ലുക്ക് മതിയായിരുന്നു കേട്ടോ. ശരിയല്ലേ? നീ കണ്ണിന്റെ അവിടെ വീട്ടില്ലേ? അയ്യോ, വിളിക്കണ്ട്.